അപ്പോൾ നിങ്ങൾ കേൾക്കാറുള്ള പോഡ്കാസ്റ്റ് ഏതൊക്കെയാണ്? ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഞാൻ വളരെ റീസെൻ്റ് ആയിട്ട് പോഡ്കാസ്റ്റ് കേൾക്കാൻ തുടങ്ങിയ ആളാണ്. എന്ന് വെച്ചാൽ നമ്മൾ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പ് 1-2 മാസം. ഞാനും വളരെ റീസെന്റ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന അർത്ഥത്തിലല്ല, അതിനു മുമ്പ് ഓഡിയോ സാധനങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ പണ്ട് നമ്മൾ കേട്ടിരുന്നു, അതായത് ഈ അൽ ജസീറിന്റെ ഹൈൻസൈറ്റ്. പക്ഷേ ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഞാനിങ്ങനെ ആലോചിക്കും നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് കേട്ടോ, എന്നുവെച്ചാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ എങ്ങനെ ഇരുന്ന് കേൾക്കുക. എൻ്റെ ഒരു ഇതിലെന്ന് വെച്ചാൽ ഒറ്റ ഇരുത്തത്തിന് കേൾക്കുക. നമ്മൾ ഫിലിമൊക്കെ കാണുന്ന ആ ഒറ്റ ഇരുത്തത്തിന് കാണുമല്ലോ, അതുപോലെ കാണുക അല്ലെങ്കിൽ കേൾക്കുക. സാധാരണ ഇത് പറഞ്ഞപ്പോഴാണ് സാധാരണ ആളുകൾ ഇങ്ങനെ നമ്മൾ പോഡ്കാസ്റ്റ് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, അതോ 1 മണിക്കൂറൊക്കെ വളരെ കൂടുതലല്ലേ, കട്ട് ചെയ്ത് 20 മിനിറ്റ് ആക്കിയിട്ട് ഒരു സെൻസിൽ ഓക്കെ, അത് അങ്ങനെ റെഡി ആയിരിക്കാം. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പോഡ്കാസ്റ്റ് കൾച്ചർ നമ്മുടെ നാട്ടിൽ അങ്ങനെ വ്യാപകമാവാത്തോണ്ടായിരിക്കണം അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നത്. ലൈക്ക് എന്താണ്, നമുക്ക് 1 മണിക്കൂർ പോഡ്കാസ്റ്റ് കേൾക്കാൻ ഭയങ്കര അസൗകര്യമായിരിക്കും. പക്ഷെ നമ്മള് 15 സെക്കൻഡുള്ള റീൽസ് ആണെങ്കിലും 1.5 മണിക്കൂർ ഒറ്റ ഇരിപ്പിനെ വന്ന് കണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു നമുക്കുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ, ഞാൻ മനസ്സിലാക്കുന്നത് പോഡ്കാസ്റ്റുകൾ എടുത്തു നോക്കിയാൽ അതിന് ഒരു പ്രിവിലേജ്, ഒരു സെക്കൻഡ് ലെവൽ ഓഫ് നോളേജ് സീക്കിങ് ആയിരിക്കും അതിനുണ്ടാവുക. അതായത് നമ്മൾ റീൽസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും, നമ്മളിങ്ങനെ പറയും ഞാൻ റീൽസ് കാണുമ്പോൾ എൻ്റെ ആൽഗോരിതം ഭയങ്കര ഫിക്സഡ് ആയി. അപ്പോൾ ഞാൻ പേഴ്സണലി ഇടയ്ക്ക് എൻ്റെ ആൽഗോരിതത്തിൽ കുറേ കണ്ടന്റ് ക്രിയേഷൻ, എഡിറ്റിംഗ്, അതുമായി ബന്ധപ്പെട്ട സാധനം എനിക്ക് കുറേ ഇൽമ കിട്ടുന്നുണ്ട്, കുറേ അറിവ് കിട്ടുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ശുദ്ധമായ നമ്മളിങ്ങനെ എൻ്റെ സമയം ഞാൻ വേസ്റ്റ് ആക്കുന്നില്ല എന്ന് സ്വന്തത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇടയ്ക്ക് പറയുന്നതാണ്. പക്ഷേ ബേസിക്കലി പോഡ്കാസ്റ്റും ഇങ്ങനത്തെ സാധാരണ പൊതുവായിട്ടുള്ള രീതിയിലുള്ള ടൈപ്പ് ഓഫ് നോളേജ് സീക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആൽഗോരിതത്തിൽ അടുത്ത റീൽ എന്താണ് വരുന്നത് എനിക്കറിയില്ല, എനിക്ക് ചൂസ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ എന്താണ് ഞാൻ കേൾക്കേണ്ടതെന്നുള്ളത് എനിക്ക് ചൂസ് ചെയ്യാൻ കഴിയും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഞാൻ എന്തൊക്കെ വായിക്കണം, ഞാൻ എന്തൊക്കെ കേൾക്കണം, ഞാൻ എന്തൊക്കെ അറിവ് നേടണം എന്നുള്ളൊരു കുറച്ചും കൂടി ഹയർ ലെവൽ ഓഫ് നോളേജ് സീക്കിംഗ് ആണ് ഇങ്ങനെ ഇത് കാണുന്നതിന് ആൽഗോരിതം ഫീഡ് ചെയ്യുന്നത് കേൾക്കുന്നതിനപ്പുറം ഡെവലപ്മെന്റിൽ ഇതിന്റെ പോഡ്കാസ്റ്റിന്റെ ഡെവലപ്മെന്റിൽ പറയുന്നുണ്ട്. അതായത് സ്ക്രോളിംഗ് ഇല്ലാത്തൊരു മീഡിയ കൺസ്യൂം ചെയ്യുന്ന ഒരു രീതി അത് ഭയങ്കര പ്രധാനമായിട്ട് ആൾക്കാരെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഞാൻ മുമ്പ് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്, ആർട്ടിക്കിളിൽ മുമ്പ് പറയുന്നൊരു സാധനമുണ്ട്, നമ്മളെ ലൈഫിൽ 24 hour തന്നെയാണ്, എല്ലാവർക്കും ഒരേപോലെ തന്നെ ടൈം. പക്ഷേ നമ്മൾ പോഡ്കാസ്റ്റ് കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഒരു ടൈം നമ്മൾ ഇതിനു വേണ്ടി ഫിക്സ് ചെയ്തെന്ന് വിചാരിക്കുക. ആ ടൈം ആദ്യമുള്ള ടൈമാണ്, നമ്മൾ വേറെ എന്തെങ്കിലും പണി ചെയ്ത ടൈമായിരിക്കും. ആ ടൈമിന് പോഡ്കാസ്റ്റ് കേൾക്കുന്നതോടുകൂടി പുതിയ ഉണ്ടാവുന്നില്ല, പക്ഷെ ആ ടൈം അതിനു വേണ്ടി മാറ്റിയൊക്കെ ഒന്നും സംഭവിക്കുന്നില്ല. നമുക്ക് എക്സ്ട്രാ ആയിട്ടൊന്നും ഇപ്പൊ നമ്മുടെ കമ്മ്യൂട്ട്, നമ്മുടെ യാത്ര, ഇപ്പോൾ പഠിക്കുന്നവരാകട്ടെ, ജോലി തിരക്കുകളുള്ളവരാകട്ടെ, യാത്ര കഴിഞ്ഞ് തിരിച്ചു വരിക എന്ന് പറയുന്നത്, ഇപ്പോൾ ദൂരെ പോയി വരുന്നവരാണെങ്കിൽ 1 മണിക്കൂർ പോകാൻ 1 മണിക്കൂർ തിരിച്ചു വരാനാണ്. ഡ്രൈവിംഗ് ആണെങ്കിൽ അത്രയും നമുക്ക് വേറൊരു പണിയും ചെയ്യാൻ പറ്റാത്തൊരു ടൈപ്പ് ഓഫ് ടാസ്കിങ് എന്ന് പറഞ്ഞാൽ പോഡ്കാസ്റ്റ് വലിയൊരു ഉപകാരമാണ്. നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുമോ അല്ലെങ്കിൽ വേറെ ഇങ്ങനെ യാത്ര പോകുമ്പോൾ കേൾക്കുക. നമ്മള് സാധാരണ നമ്മള് ചെയ്യുന്നത് ഈ പാട്ട് ഇങ്ങനെ വെറുതെ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് തോന്നും. അതായത് നമ്മള് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഈ വായന അങ്ങനത്തെ വർക്കുകൾ മാറ്റി വെച്ചിട്ട് ഒരാൾ ജിമ്മ് പോവുക, ആ ജിമ്മ് പോകുന്ന സമയത്ത് പോഡ്കാസ്റ്റ് കേൾക്കുകയാണെങ്കിൽ വളരെ പ്രൊഡക്റ്റീവായിട്ടാണ് അത് നടക്കുന്നത്. ജിമ്മ് പ്രോസസ്സും വളരെ കൃത്യമായിട്ട് നടക്കും. അതേപോലെ തന്നെ ഈ പോഡ്കാസ്റ്റും വളരെ കൃത്യമായിട്ട്, പാട്ട് കേൾക്കുന്നതിന് പകരം പോഡ്കാസ്റ്റ് കേൾക്കുന്നു. അവിടെയാണ് എനിക്ക് ഈ ലെങ്ത്തിന്റെ സാധനം വന്നത്. അതായത് ഞാൻ ഈ അൽ ജസീറിന്റെ അസീർ പ്ലാറ്റ്ഫോം, അസീർ പോഡ്കാസ്റ്റുകൾ കുറച്ചുണ്ട്. അതിൽ ഓരോന്ന് നോക്കുമ്പോ 6 മണിക്കൂർ 5 മണിക്കൂർ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവരുടെ ഇതിന്റെ പുറത്ത് എന്തോ വാശിപ്പുറത്ത് ഇടുന്നതായിരിക്കും. എന്നാൽ വ്യൂസ് നോക്കുമ്പോഴോ എല്ലാത്തിനും നല്ല വ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ലെങ്ത് കുറച്ച് കുറക്കണം, ഇതൊക്കെ നമുക്ക് എന്താണ് ഇതിന്റെ സമയം വേസ്റ്റ് ആയി പോവുകയാണല്ലോ എന്നുള്ളൊരു തോട്ട് പ്രോസസ് എന്ന് വരുന്നതാണ്. അതിനെ തിരിച്ചാലോചിച്ചാൽ മതി, നമ്മൾ 1 മണിക്കൂറുള്ള വീഡിയോ 20 മതി. ഞാനങ്ങനെ ചെയ്തേ എന്ന് വെച്ചാൽ പോഡ്കാസ്റ്റ് കാണാൻ തുടങ്ങിയപ്പോൾ എല്ലാം ഒരുമിച്ച് കാണുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ള ടൈമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ടൈമിൽ കാണും അല്ലെങ്കിൽ കേൾക്കുകയും ചെയ്യും. അപ്പോൾ അന്നേരം കിട്ടുന്ന ഒരു നോളേജ് അല്ലെങ്കിൽ ആ കിട്ടുന്ന സമയം എന്താക്കും ഇതിനു വേണ്ടി മാറ്റി വെക്കുക എന്നുള്ള എനിക്ക് തോന്നിയൊരു സാധനം. ഇത് മൊത്തം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇതിൻ്റെ ഒരു തോട്ട് പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഇനി ഇങ്ങനെ ഒരു മാറ്റം വരാൻ പോവാണ്. ലൈക്ക് നമ്മുടെ നാട്ടിൽ എന്നല്ല, മൊത്തം നമ്മുടെ കണ്ടന്റ് കൺസംഷൻ്റെ ഒരു മൂഡ് മാറാൻ പോവാണ്. പലയിടത്തും പണ്ടേ മാറിയുണ്ട്, നമ്മളൊരു പരിസരത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്.
ലൈക്ക് ഞമ്മക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ടൈമിൽ വളരെ ഹൈ റിട്ടൻഷനിൽ വളരെ കുഞ്ഞ് സ്പേസിൽ ഒരു സാധനം കിട്ടുക എന്ന് പറയുന്നത് ക്യാപ്സ്യൂളായിട്ട് കിട്ടുക എന്ന് പറയും. അത് 15 സെക്കൻഡ് റീൽ, അതിൽ ഇന്ന സാധനം കിട്ടുന്നു. ആ 15 സെക്കൻഡ് റീലിൻ്റെ ഞാൻ ഇപ്പോൾ ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ, ഒരു എഡിറ്റർ എന്നുള്ള ആൾക്ക് നമ്മളെ ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ പറയുന്നത് ആദ്യത്തെ 3 സെക്കൻഡിൽ ഹുക്കിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞിട്ടായിരിക്കണം ഒരു വീഡിയോ തുടങ്ങേണ്ടത്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ, അതായത് ഒരാളുടെ ആവറേജ് ടൈം അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഒരു റീല് കാണാൻ എടുക്കുന്ന സമയം 7 സെക്കൻഡൊക്കെയാണ്. ആ 7 സെക്കൻഡിൻ്റെ ഉള്ളിൽ അയാളെ നമ്മൾ ക്യാച്ച് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു കണ്ടന്റ് ക്രിയേഷൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ വല്ല ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അതായത് വലിയ റിട്ടൻഷനൊന്നുമില്ല, റോ ആയിട്ടുള്ള ഭയങ്കര ഒതൻറ്റിക് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ലോങ് ഫോം, എത്ര നേരമാണെങ്കിലും എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ് കൺസംഷൻ, അതിലേക്ക് ഓഡിയൻസുകളും ലിസണേഴ്സും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു സെൻസ് കേൾക്കുന്ന പോഡ്കാസ്റ്റുകൾ പറഞ്ഞില്ല. അവിടെ നിന്നാണ് പോയത്. പറ ഞാൻ വല്ലാണ്ട് കേൾക്കൽ കുറവാണ് വെച്ചാൽ, എന്നാലും എന്നുവെച്ചാൽ വെറൈറ്റീസ് ഓഫ് പോഡ്കാസ്റ്റ് കേൾക്കൽ കുറവാണ്. ഞാൻ സമാനിയൻ്റെ നേരത്തെ പറഞ്ഞ സമാനിയൻ്റെ പോഡ്കാസ്റ്റാണ്. അതെല്ലാം കേൾക്കണമെന്നില്ല, നമ്മൾ ഏതാ വിഷയമൊക്കെ നോക്കും. അത് സമാനിയ അറബി ഇംഗ്ലീഷ് സബ് ടൈറ്റിലൊക്കെ ഉള്ളതൊക്കെ ചിലത് ഉണ്ടാവില്ല. അപ്പം ഉള്ളത് കേൾക്കുകയൊക്കെ ചെയ്യാം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട. ചില അറബി പോഡ്കാസ്റ്റുകളുടെ പ്രശ്നം നമുക്ക് ചിലപ്പോൾ വിഷയം കണ്ടാലൊക്കെ കേൾക്കാൻ തോന്നും, പക്ഷെ ഭയങ്കര കൊളോക്കിയല. ഈ അറബിക്കിന്റെ ഒരു ഭൂമിയിൽ ഈ കാരണം പറയുന്നുണ്ട്, ലാംഗ്വേജ് ഭയങ്കര ഫാക്ടറാണ്. അതായത് ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു രീതിയിലായിരിക്കും, പക്ഷെ പല ഡയറക്റ്റുകളിൽ ആൾക്കാർക്ക് ഇത് അക്യൂർ ചെയ്യാൻ പറ്റുകയാണ്. അതുകൊണ്ട് ഇത് ഭയങ്കര ഗ്രോത്ത് ഉണ്ട് എന്നുള്ളൊരു. പിന്നെ മാത്രമല്ല നല്ല രസമാണ് കേൾക്കാൻ അറബി കേൾക്കാൻ. എന്താണ് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പല ആളുകളും ഫുസ്ഹയിൽ സംസാരിക്കുന്നവരുണ്ട്, പോഡ്കാസ്റ്റുകളിൽ അപ്പിയർ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് അറബിക്ക് സംസാരിക്കുന്നവരുണ്ട്. നല്ല രസമാണ്, ഇവരുടെ ഒരു സൗണ്ടും കൂടി കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ ഞാൻ കേൾക്കുന്നത് തിങ്കിങ് മുസ്ലിം പോഡ്കാസ്റ്റ്. അത് ഞാൻ മുമ്പേ അതിനെ പറ്റി കേട്ടിരുന്നു, പക്ഷേങ്കിൽ വളരെ ഇതേപോലെ റീസെന്റ് ആയിട്ട് കേൾക്കാൻ പറ്റും. തിങ്കിങ് മുസ്ലിം നേരത്തെ നമ്മളിപ്പോൾ മിൻബറിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മിൻബറാണ് തിങ്കിങ് മുസ്ലിം. അങ്ങനെ വേണമെങ്കിൽ പറയാം. താരിഖ് സുവൈദാൻ അപ്പിയർ ചെയ്തിട്ടുണ്ട്, സാമി ഹംദിയ അപ്പിയർ, ഓരോ സ്ഥിരമായിട്ട് അപ്പിയർ ചെയ്യാറുണ്ട്. UK ബേസ്ഡ് ആണെന്ന് തോന്നുന്നുണ്ട് പോഡ്കാസ്റ്റ്, തുർക്കി ബേസ്ഡാ. എന്തായാലും യൂറോപ്യൻസ് ഒരുപാട് ആൾക്കാർ അപ്പിയർ ചെയ്യാറുണ്ട്. താരിഖ് സുവൈദാൻ അതിൽ അപ്പിയർ ചെയ്യുന്ന ആളുകൾ അതും വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രം, മുസ്ലിം ആയിട്ട് ബന്ധപ്പെട്ട നടന്നുകൊണ്ടിരിക്കുന്ന കോൺഫ്ലിക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ കൂടുതലും അതാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഭയങ്കര പല ആളുകൾക്കും ഇത് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, പല പവറുകൾക്കും. തോന്നിയ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പോഡ്കാസ്റ്റ് തിങ്കിങ് മുസ്ലിമിലെ താരിഖ് സുവൈദാന്റെ പോഡ്കാസ്റ്റ്. ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും തമ്മിൽ, എന്തുകൊണ്ടാണ് ഇവിടെ ഫെയിൽ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ആരും സഹായിക്കാത്തത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഒരാൾ അതിന് ഗസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. നല്ല രസമാണ്. ആ ഉത്തരം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അതൊക്കെ ഭയങ്കര പൊളിറ്റിക്കൽ. പക്ഷെ എന്നാൽ ഞാൻ പിന്നെ മലയാളത്തിൽ നമ്മൾ ഇറച്ചി പോഡ്കാസ്റ്റ് ആണ് എനിക്ക് അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോഡ്കാസ്റ്റ് ആണ്. റീസെന്റ് ആയിട്ട് പോലും ചെയ്ത ഷാരിഖ് ഷംസുദ്ദീനായിട്ട് ചെയ്ത എനിക്ക് സംസാരം എന്താണ് ഭയങ്കര എന്താണ് വർത്താനോ എന്താണ് വളരെ സിമ്പിളായിട്ട് സംസാരിക്കുന്നത്. ഞാൻ ഷാരിഖിന്റെ ഒക്കെ ഭയങ്കര ഫാനായി പോയി അത് കേട്ടിട്ട്. പക്ഷെ എനിക്ക് പോഡ്കാസ്റ്റ് ഇപ്പോൾ ഒരാൾക്ക് പോഡ്കാസ്റ്റ് കേൾക്കണം അല്ലെങ്കിൽ ഒരു നല്ല രസമുള്ള സാധനം ഇങ്ങനെ കേട്ട് പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യും, ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ദി അതർ ലത്തീഫ് കാണാൻ. റേഡിയോ ലാബ് ഇറക്കുന്ന ഒരു 6 എപ്പിസോഡുള്ള ഒരു പോഡ്കാസ്റ്റാണ് അതർ ലത്തീഫ്. അതായത് ലത്തീഫ് അബ്ദുൽ നാസർ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഗോണ്ടനാമ ബേയിലുള്ള എത്രയോ വർഷങ്ങൾ 16 വർഷത്തോളം ആ ഗോണ്ടനാമയിൽ തടവറയിൽ ഒരു വിചാരണയും കൂടാതെ കഴിഞ്ഞു കൂടിയിട്ടുള്ള അബ്ദുൽ ലത്തീഫ് എന്നൊരാളെ കുറിച്ച് അയാളുടെ കഥ അന്വേഷിച്ച് പോകുന്ന സാധനമാണ് ദി അതർ ലത്തീഫ്. ഒരു ലത്തീഫ് മറ്റു ലത്തീഫ്. ഭയങ്കര രസമാണ്. അതായത് ഇതിന്റെ ഒരു വേ ഓഫ് സംസാരം, വേ ഓഫ് നരേഷൻ. വീഡിയോ ഇല്ല, ഓഡിയോ ആണ്. അതായത് ഒരു ഓഡിയോ ഫീച്ചറാണ് റേഡിയോ ലാബിന്റെ. അപ്പോൾ ആരെങ്കിലും പോഡ്കാസ്റ്റ് കേൾക്കണം എന്ന് പൂതി വെച്ചിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ സൗണ്ടിന്റെ ഏറ്റവും മാക്സിമം കിക്ക് സ്റ്റാർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ദി അതർ ലത്തീഫ്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പോൾ സീരിയലിനെ കുറിച്ച് പറഞ്ഞില്ലേ, സീരിയൽ ഇതേപോലെ തന്നെ ഓഡിയോ മാത്രമുള്ള പോഡ്കാസ്റ്റ്. ഞാൻ എനിക്ക് വല്ലാണ്ട് ഇത് അതിനെ പറ്റി അറിയില്ല. എങ്കിൽ അതെന്ന് വെച്ചാൽ 2014 തുടങ്ങുന്നത്. അത് ഭയങ്കര ബൂമുണ്ട് പോഡ്കാസ്റ്റിൽ.
പോഡ്കാസ്റ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഭയങ്കര ബൂം ഉണ്ടാക്കിയൊരു ഇതാണ് ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞിട്ട്. അതായത് 2000 ആ സമയത്ത് RSS ഫീഡ് വന്നു. 2004-2005 ആയപ്പോഴാണ് ഐപോഡൊക്കെ വന്നതിൻ്റെ ശേഷം ആ സമയത്താണ് കുറച്ച് പോപ്പുലർ ആവുന്നത്. എന്നാലും ഒരു പബ്ലിക് ഓഡിയൻസിന് ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് അതിന് കേൾക്കുക എന്ന് പറയുന്നത് അത്രയും വലിയ ഒരു സാധനം ഒന്നല്ലേ. അത് വളരെ വൈറലായി മാറുന്നത് ഈ സീരിയൽ പോഡ്കാസ്റ്റ് ഒന്നുകൂടെ. സീരിയൽ പോഡ്കാസ്റ്റ്, ദി അതർ ലത്തീഫ്, ഇൻ ദ വൈൽഡ് എന്നൊക്കെ പറയാണ്ട് ഒരുപാട് പോഡ്കാസ്റ്റ്. BBC-ന്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, എന്താണ് റേഡിയോ 4 പറഞ്ഞിട്ട്. ഞാൻ നോക്കിയപ്പം വളരെ കുറച്ച് ടൈം, 2 മിനിറ്റ്, 5 മിനിറ്റ്, 7 മിനിറ്റ്. അതൊരു രീതിയാണ് കേട്ടോ. അതായത് ഞാൻ ഡെയിലി ഒരു സമയത്ത്, എല്ലാ സമയത്തും ഇപ്പോഴും കേൾക്കുന്നുണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു സമയത്ത് ഞാൻ നിരന്തരം ഫോളോ ചെയ്തൊരു സാധനമാണ് പ്രിന്റിന്റെ എഡിറ്റോറിയൽ ഉണ്ട്. പ്രിന്റിന്റെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അൽ ജസീറയുടെ ടേക്ക് എന്ന് പറയുമ്പോൾ ഒരു എപ്പിസോഡ്സ് ഉണ്ട്. ഡെയിലി ഡോസ് ഉണ്ട്. അൽ ജസീറിന്റെ ടേക്ക് ഭയങ്കര അടിപൊളിയാണ്. മീൻസ് ഓല അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് പത്രങ്ങളുടെ ഒരു അതായത് ഹിന്ദു എഡിറ്റോറിയൽ പോഡ്കാസ്റ്റ് ആയിട്ട് അവൈലബിൾ ആണ്. പക്ഷെ ഒഫീഷ്യലി അല്ല, അത് വേറെ ആളുകൾ പബ്ലിഷ് ചെയ്യുന്ന. മലയാളത്തിൽ അങ്ങനെ ഭയങ്കര സ്ഥിരമായിട്ട് കേൾക്കുന്ന സാധനമാണ് കാതിലെത്തും പത്രം. മീഡിയ ആണ്. എന്താ നാസർ, മുല്ല നാസറിന്റെ. അതായത് രാവിലെ ഏകദേശം ഒരു സമയമാകുമ്പോൾ സ്പോട്ടിഫൈയിൽ എപ്പോഴും ഇറങ്ങുന്ന, അതായത് ഇവിടുത്തെ ഏറ്റവും മെയിൻ സ്ട്രീം മീഡിയ പത്രങ്ങളുടെ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ആറ്റി കലക്കിയൊരു സാധനം. നല്ലൊരു വിഷയം ഉണ്ടാവും. അന്നൊരു മെയിൻ വിഷയം ഉണ്ടാവും. ചിലതൊക്കെ എനിക്ക് ഒരു എന്താ ഇറലവൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഫീൽ ചെയ്യലുണ്ട്. പക്ഷെ നമുക്ക് അന്ന് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളൊരു സാധനം ബേസിക്കലി കത്തും. ഞാൻ മറ്റേ സാധനം പറഞ്ഞില്ലേ, ഇപ്പൊ സീരിയല്, അതർ ലത്തീഫ്, ഇൻ ദ വൈൽഡ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ജോണർ ഓഫ് സാധനം ഉണ്ട്. എന്താ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്, ഇൻവെസ്റ്റിഗേറ്റീവ് പോഡ്കാസ്റ്റുകൾ. ഇത് ഭയങ്കര രസമാണ് കേൾക്കാൻ. ലൈക്ക് ഇൻവെസ്റ്റിഗേഷൻ ആണ്, അതിലൊരു എന്തോ ഒരു ഭംഗി ഉണ്ടാകുക കേൾക്കാൻ. ഇപ്പൊ എന്താണ് ഞാൻ പിന്നെ പറയും അതർ ലത്തീഫ്, ഈ കഥ പറഞ്ഞു പോകുന്നില്ല. അത് ഇങ്ങനെ നമ്മളിങ്ങനെ ആ മൂഡിൽ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്ന ഭാഗം നല്ല രസമാണ്. അതായത് ഒരു റെലവൻസ് അവിടെ ഇട്ട് കൊടുത്തിട്ട് ആ സൗണ്ടിൽ നമുക്ക് ഫീൽ ചെയ്യും ഒരു മൂവി കാണുന്ന ഒരു സാധനം. പണ്ടത്തെ ഒരു റേഡിയോ നാടകമൊക്കെ നമുക്ക് പറയില്ലേ, അതിന്റെ അത് ഓവർ ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ട്. ഒരു അത്രത്തോളം അത് വേണ്ടിയില്ലായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചാണ് അതിൻ്റെ ഒരു ഓവർ എന്താ പറയുക പ്രൊഡക്ഷനെ പറ്റി സംസാരിക്കുന്ന സാധനങ്ങളുണ്ട്. പക്ഷേ വോയിസ് ക്വാളിറ്റി ഒരു രസമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാല് നമ്മളെ ഫ്രീ ടൈമിൽ എപ്പോഴേലൊക്കെ കേൾക്കാം എന്നുള്ള ഒരു സെൻസിൽ കേട്ടു തുടങ്ങിയതാ. പക്ഷെ കേട്ടു തുടങ്ങിയപ്പോൾ അഡിക്ഷനായി. അതായത് എവിടെയെങ്കിലും ഒക്കെ ഒരു 5 മിനിറ്റ് സമയം കിട്ടി കഴിഞ്ഞാൽ അപ്പം അത് ചെവിയിൽ വെച്ച് കേൾക്കും. എപ്പോഴേ ഫ്രീ ടൈം എങ്ങനെയല്ലേ തീർക്കുക എന്നുള്ള സെൻസിൽ 6 എപ്പിസോഡേ ഉള്ളൂ അത് തീർക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ കേൾക്കുന്ന വളരെ സീരിയസ് ആയിട്ട് കേൾക്കുന്ന വേറെ കുറച്ച് പോഡ്കാസ്റ്റുകളും എൻ്റെ ഒരു ഏരിയ അതായതുകൊണ്ടായിരിക്കും, കണ്ടന്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് സമീർ ആൻഡ് കോളിൻ പോഡ്കാസ്റ്റ്. ഈ ട്രംപിന്റെ ഒക്കെ ഭയങ്കരമായിട്ട് വിശകലനം ചെയ്തിട്ടില്ല. അതായത് കണ്ടന്റ് ക്രിയേഷൻ, നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കേട്ടിരിക്കണം. അതായത് വൺ ഓഫ് ദി ബെസ്റ്റ് ലീഡിങ് ഇൻഫ്ലുവൻസേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓരൊക്കെ വിളിച്ചിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്ന ഭയങ്കര രസമുള്ള ഒരു ടൈപ്പ് ഓഫ് പോഡ്കാസ്റ്റാണ് സമീർ ആൻഡ് കോളിൻ പോഡ്കാസ്റ്റ്. പിന്നെ അതോടൊപ്പം എനിക്ക് വേറെ രസമുള്ള സാധനം എന്താ വെച്ചാൽ, എഡിറ്റർ ആണെങ്കിൽ നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ, ആരെങ്കിലും ഉണ്ട് വ്യൂവർഷിപ്പിൽ ആരെങ്കിലും വീഡിയോ എഡിറ്റർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കേൾക്കേണ്ട ഒരു സാധനമാണ് ദി എഡിറ്റിംഗ് പോഡ്കാസ്റ്റ്. അത് യൂട്യൂബിലുണ്ട്, സ്പോട്ടിഫൈയിലുണ്ട്, എല്ലാത്തിലുണ്ട്. അതായത് ഭയങ്കര ഹൈലി എഡിറ്റഡ് കിടിലൻ പോഡ്കാസ്റ്റാണ്. നമ്മൾ സാധാരണ ഒരാൾ എഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സാധാരണ വരിക VN-ലും ഇതിലൊക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ വന്ന് സാധാ പോലെ റീൽ എഡിറ്റ് ചെയ്യും. ട്രെൻഡ് എന്താണോ വരുന്നത് ആ ട്രെൻഡിനനുസരിച്ച് ഇങ്ങനെ ചെയ്യും. പക്ഷെ അതിൻ്റെ ഒരു തിയറി, അതിൻ്റെ ഫിലോസഫി, ഒരു കട്ട്, ഫാസ്റ്റ് പേസ്, എന്താ സ്ലോ പേസ്, എങ്ങനെയാണ് ആ കോൺസെൻട്രേഷൻ നിലനിർത്തുക, ഇങ്ങനെ കുറച്ച് ഇതിൻ്റെ ഒരു ഐഡിയ ഉണ്ട്, ഐഡിയ ഓഫ് എഡിറ്റിങ്. ഈ സാധനം നമുക്ക് കിട്ടണമെങ്കിൽ ഈ പോഡ്കാസ്റ്റ് ഇട്ടാൽ മതി. ഇതിൽ ആരൊക്കെ വരിക, ഇതിൽ ഗസ്റ്റായിട്ട് വരിക, ഇപ്പോൾ ഓസ്കാർ നോമിനേറ്റഡ് ആയിട്ടുള്ള എഡിറ്റേഴ്സ്, വലിയ വലിയ പടങ്ങളുടെ എഡിറ്റേഴ്സ്, ഓര് വന്നിട്ട് ഓര് ചെയ്ത പടങ്ങളെ ഓരെന്നെ വിശകലനം ഡീകോഡ് ചെയ്യും. ഈ കട്ട് ഇത്ര ഉണ്ടായിരുന്നു, ഈ സീൻ ഇങ്ങനെ, ഈ ഷോട്ട് ഇങ്ങനെ. അതായത് എന്താ ഒരു വലിയ ക്രൂ ഉണ്ടാക്കിയെടുത്തൊരു ഫിലിമാക്കി മാറ്റുന്ന ഈ എഡിറ്റിംഗ് ടേബിളിലാണ്. ആ പ്രോസസ്സിന് ഒരു വിശദീകരിച്ചിരുന്ന സാധനം. പിന്നെ ഞാനിങ്ങനെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പോഡ്കാസ്റ്റ് നമ്മളത് പിന്നെ ഒരു വേറെ ഏരിയ ആണ്. നമ്മൾ കേൾക്കുന്ന സാധനങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടണം എന്ന് തോന്നും. അപ്പോൾ അതിൽ ഞാൻ ഒന്ന് എംഫസൈസ് ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് ഹൈൻസൈറ്റ് തന്നെ. ഹൈൻസൈറ്റ് എന്ന് പറഞ്ഞാൽ അൽ ജസീറൻ്റെ, അത് ബേസിക്കലി എന്താ പറയുക ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ. അതായത്
അറബ് വേൾഡിലും ലോകത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ പറയാതെ പോയിട്ടുള്ള കഥകൾ, സീക്രട്ടുകൾ, ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കഥകളുണ്ടാകും. സംഭവിച്ചിട്ടും ആളുകൾ അറിയാത്ത കുറേ സാധനങ്ങളുണ്ടാവും. അവർക്ക് പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ മീഡിയ സമ്മതിച്ചിട്ടുണ്ടാവില്ല, ഭരണകൂടം സമ്മതിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വളരെ ലോക്കൽ മുതൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ അറബ് ലോകത്താണെങ്കിൽ ഉമ്മു കുൽസുമിൻ്റെ ഒരു എപ്പിസോഡുണ്ട്, ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന. ഹൈൻസൈറ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം നെറേറ്റ് ചെയ്യാണ്. ഇപ്പോൾ സദ്ദാം ഹുസൈൻ മരിച്ചുപോയി, പക്ഷേ സദ്ദാം ഹുസൈൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ സദ്ദാം ഹുസൈൻ്റെ കഥ എങ്ങനെ പറയുമായിരുന്നു, എങ്ങനെ, അതാണ് അതിൻ്റെ ഒരു ഐഡിയ. എന്നിട്ട് അതിങ്ങനെ നെറേറ്റ് ചെയ്യും. അന്ന് ഇതാണ് സംഭവിച്ചത്, ആ ഓഫീസേഴ്സ് ഡോറിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ അന്ന് ഇതാണ് സംഭവിച്ചത്, സറണ്ടർ ചെയ്യുന്നതായിട്ട് ഓരോരുത്തരുടെ കഥകൾ, ആ ജീവിതത്തിൽ എന്താണ് ശരിക്കും സംഭവിച്ചത്. അതൊരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ്, ശരിക്കുള്ളതാണോ അല്ലേ എന്നുള്ളതല്ല. അവരൊരു സ്റ്റോറിയാക്കി ബിൽഡ് ചെയ്ത് നല്ല രസകരമായിട്ട് ഓരോരുത്തരെയും. മറഡോണൻ്റെ എപ്പിസോഡ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് ആളുകൾ, ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ എപ്പിസോഡ് വളരെ രസകരമായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നൊരു സാധനം, ഞാൻ പോഡ്കാസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ കേട്ട് തുടങ്ങിയ കുറച്ച് സാധനങ്ങളുണ്ട്. അൽ അന്ദലുസ് പോഡ്കാസ്റ്റ്, അത് വളരെ വെറും 3 എപ്പിസോഡുള്ള അന്ദലുസിനെ കുറിച്ച് പറയുന്ന ഒരു പോഡ്കാസ്റ്റ്. അത് മലയാളത്തിലാണ്, പക്ഷേ അത് കണ്ടിന്യൂഷൻ ഒന്നുമില്ല. അന്നാരോ ഒരു 3 എപ്പിസോഡ് ഇട്ടു. ഞാനത് ഇറങ്ങിയ സമയത്തല്ല, അത് കേട്ട സമയത്ത് ആ വാട്സപ്പ് നമ്പർ കണ്ടുപിടിച്ച് മൂപ്പർക്ക് മെസ്സേജൊക്കെ അയച്ചിരുന്നു. അന്ന് ഒരുപാട് മുമ്പാണ്. പിന്നെ ദില്ലി ദാലി ഞാൻ പലപ്പോഴും ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ, മലയാളത്തിൽ പോഡ്കാസ്റ്റുകൾ പറഞ്ഞു കൊടുക്കാറുള്ള പോഡ്കാസ്റ്റാണ് ദില്ലി ദാലി പോഡ്കാസ്റ്റ്. എസ് ഗോപാലകൃഷ്ണൻ അടിപൊളി പോഡ്കാസ്റ്റാണ്. അതിൽ പല എപ്പിസോഡുകളും നമ്മളങ്ങനെ കേട്ടിരുന്നു പോകും. നമ്മൾ നല്ല ഭാഷയാണ്, നല്ല രീതിയിലുള്ള അവതരണമാണ്. എന്താ പറയുക, ഒരുപാട് മ്യൂസിക്കുകളൊന്നും, അതിൻ്റെ വിഷയങ്ങളാണ് എനിക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് തോന്നിയത്. വിഷയങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട്, ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട്, ചില ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, എസ് ഗോപാലകൃഷ്ണൻ സാറ്. അത് ദില്ലി ദാലി ഭയങ്കര, ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത് ഒരാളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലാണ്. സ്റ്റോറി കണ്ടതിന് ശേഷം അന്ന് തുടങ്ങിയതാണ്. പിന്നെ ഏകദേശം എല്ലാ സാധനങ്ങളും കേൾക്കാൻ ശ്രമിക്കലുണ്ട്. ഇടയ്ക്ക് മിസ്സാവും, പക്ഷേ നല്ലൊരു പോഡ്കാസ്റ്റാണ് ദില്ലി ദാലി പോഡ്കാസ്റ്റ്. മലയാളത്തിൽ ഒരുപാട് പോഡ്കാസ്റ്റുകളുണ്ട്. നമ്മളെ റിസ്മാങ്കോ പോഡ്കാസ്റ്റിൻ്റെ പേര് മറന്നുപോയി. ഒരു പോഡ്കാസ്റ്റ് ഇപ്പം ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ആ പോഡ്കാസ്റ്റ് ഒരു പ്രൊഡക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു. അതേപോലെ മലയാളത്തിൽ തന്നെ മലബാറുമായിട്ട് ബന്ധപ്പെട്ട മലബാർ 21 ജേണലുണ്ട്. അതേപോലെ മലബാറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പോഡ്കാസ്റ്റുകൾ കിട്ടും. അതേപോലെ സ്റ്റോറി ടെല്ലിംഗ് പോഡ്കാസ്റ്റുകൾ നമ്മൾ തപ്പിപ്പോയാൽ നമുക്ക് പലതും കിട്ടും. പണ്ട് നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കി, പണ്ട് നമ്മൾ എങ്ങനെ എവിടെയാണ് പോയി സെർച്ച് ചെയ്യുക ആദ്യം? ഇപ്പോൾ യൂട്യൂബ് പോയി സെർച്ച് ചെയ്യും, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം പറയാം. നമ്മൾ യൂട്യൂബിൽ നിന്നും ഗൂഗിളിൽ നിന്നും സെർച്ച് ചെയ്യുന്ന പകരം ഞാനിപ്പോൾ അടുത്ത് ലാസ്റ്റ് ഇഗ്നോ എക്സാം എഴുതാൻ പോയി. ഇഗ്നോ എക്സാം എഴുതാൻ സ്വാഭാവികമായിട്ട് നമുക്ക് പഠിക്കാൻ ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. യാഥാർത്ഥ്യമാണ്, എല്ലാ ഇഗ്നോ എക്സാമുകാരും നേരിടുന്നൊരു പ്രശ്നമാണ്, പഠിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ബൈക്കിൻ്റെ ബാക്കിൽ ഇരിക്കുമ്പോൾ ഞാൻ ആദ്യം സെർച്ച് ചെയ്തത് സ്പോട്ടിഫൈയിലാണ്. ഹിസ്റ്ററി ആണല്ലോ നമുക്ക് എഴുതേണ്ടത്. സെർച്ച് മാറി സ്പോട്ടിഫൈയിലേക്ക് മാറി തുടങ്ങി. അതായത് പോഡ്കാസ്റ്റുകൾ കേൾക്കുക. ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ യൂട്യൂബ് പഠിക്കണ്ട, പോഡ്കാസ്റ്റുകളായിട്ട് സ്പോട്ടിഫൈയിൽ അവൈലബിൾ ആണ്. പക്ഷെ തപ്പി കണ്ടുപിടിക്കണം, പലതും അടിക്കേണ്ടി വരും. പെട്ടെന്ന് യൂട്യൂബിലും ഗൂഗിളിലും അടിക്കുമ്പോൾ കിട്ടുന്നത് അത്ര വർക്ക് ചെയ്തിട്ടില്ല. സ്പോട്ടിഫൈയിൽ നമ്മൾ കുറച്ചൊന്നും ഇരുന്ന് കഷ്ടപ്പെട്ടാൽ എല്ലാ സാധനവും അവൈലബിൾ ആണ്. ബുക്സ്, ഓഡിയോ ബുക്സ് ആയിട്ട് അവൈലബിൾ ആണ്, സ്പീച്ചസ് അവൈലബിൾ ആണ്, അതേപോലെ എല്ലാവരുടെയും സംസാരങ്ങൾ അവൈലബിൾ ആണ്. ഖുറാനായി വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിൽ അവൈലബിൾ ആണ് എല്ലാ കാര്യങ്ങളുടെ സാധനങ്ങളൊക്കെ. അതൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. സ്പോട്ടിഫൈ മാത്രമൊന്നുമല്ല, ഇപ്പം ഗൂഗിളിന്റെ പോഡ്കാസ്റ്റ് ഉണ്ട്, ഗൂഗിൾ പോഡ്കാസ്റ്റ് ഉണ്ട്, ആപ്പിൾ പോഡ്കാസ്റ്റ്. അത് ഒറ്റ അപ്ലോഡിംഗ് അല്ലേ എല്ലാത്തിലേക്കും. ഈ RSS ഫീഡ് ഈ മൊത്തം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളെ ചേർത്ത് ഒറ്റ സാധനമാണ് റിയൽ സിമ്പിൾ സിൻഡിക്കേറ്റ് എന്നൊക്കെ. അതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണമെങ്കിൽ സ്പോട്ടിഫൈയിലോ ആപ്പിൾ മ്യൂസിക്കിലോ ഏതിൽ വേണമെങ്കിലും അത് കിടക്കും എന്നുള്ളതാണ്.